നെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു പൗരോഹിത്യമുണ്ട്, ഒരു ബലിയുണ്ട്. അപ്പോൾ അവൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ലേവി പൗരോഹിത്യത്തിലല്ല. അവൻ്റെ പൗരോഹിത്യം മെൽക്കിസദേക്ക് എന്നൊരു പൗരോഹിത്യമാണ്. ഹെബ്രായ ലേഖനം 8-4 അവൻ ഭൂമിയിൽ നിന്ന് ഒരു പുരോഹിതനായിരുന്നെങ്കിൽ യാതൊരു വിധത്തിലും അവൻ ആ ബലി വരത്തില്ല. അതാണ് ഹെബ്രായ ലേഖനം 8:4 പറയുന്നത്. വീണ്ടും 7:3 ഹെബ്രായ ലേഖനം 7:3 പറയുന്നുണ്ട്, ദൈവപുത്രന് സദൃശനായ മെൽക്കിസദേക്ക്. നമ്മൾ ശ്രദ്ധിക്കുക, ദൈവപുത്രന് സദൃശ്യനായ മെൽക്കിസദേക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന് പിതാവില്ല, മാതാവില്ല, ആരംഭമില്ല, അവസാനമില്ല. അപ്പൊ ഈ ദൈവപുത്രന് സമാനായ അല്ലെങ്കിൽ സദൃശ്യനായ ആ മെൽക്കിസദേക്കിന് പിതാവോ മാതാവോ ആരംഭമോ അവസാനവും ഇല്ല എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് അല്ലെങ്കിൽ ഈ യേശു ക്രിസ്തു ഈ ബലി അർപ്പിക്കുന്ന ആ പുരോഹിതന് അവിടെ നിങ്ങൾ പറയുകയാണ്, അല്ല അങ്ങനെയല്ല, മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യം എങ്ങനെ ഈ ക്രിസ്തുവിലേക്ക് വരും? കാരണം ശരീരം മാതാവിൽ നിന്നാണെങ്കിൽ എങ്ങനെയാണ് മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യം ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ളത് ഇദ്ദേഹം വെളിപ്പെടുത്തുക. അപ്പൊ ഇവിടെ എന്താണ് പരാമർശിച്ചിട്ടുള്ളത്? മെൽക്കിസദേക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇതേ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, മെൽക്കിസദേക്ക് എന്ന് പറയുന്ന വ്യക്തി സ്വർഗത്തിൽ നിന്ന് അപ്പനും അമ്മയില്ലാതെ ജനിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക. ഇതിന് മെൽക്കിസദേക്ക് അങ്ങനെ പറയുന്നൊരു ഹെരസി ഉണ്ട്. അതിൽ വന്നിരിക്കുന്ന സംഭവം യേശു ക്രിസ്തു ആദ്യമേ തന്നെ മെൽക്കിസദേക്കായി അബ്രാഹാമിന്റെ മുമ്പിലേക്ക് വന്നിട്ട് കാഴ്ച അർപ്പിച്ചു. അങ്ങനെയൊന്നുമല്ല. മെൽക്കിസദേക്കിന്റെ പ്രത്യേകത അബ്രാഹാമിന്റെ വംശാവലി. പൗരോഹിത്യം എന്ന് പറയുന്നത് മോശയുടെ അഹ്റോന്റെ വംശാവലിയാണ്. അഹ്റോന്റെ വംശാവലിയിലെ പൗരോഹിത്യമുള്ളൂ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം. ഈ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പൗരോഹിത്യം നിന്നുപോയി. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ക്രിസ്ത്യാനി ചോദിക്കുന്നത്, എങ്ങനെയാണ് പൗരോഹിത്യം എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായി പറയുകയാണ്, നമുക്ക് മെൽക്കിസദേക്കിന്റെ കൃപപ്രകാരമാണ് പൗരോഹിത്യം. യേശുക്രിസ്തു പറയുന്നത് മോശയെ പോലെ, പ്രവാചകൻ സോളമനെ പോലെ, ദാവീദിന്റെ പുത്രനായ സോളമനെ പോലെ, രാജാവ് മെൽക്കിസദേക്കിനെ പോലെ, പുരോഹിതൻ. 3 കാര്യങ്ങൾ യേശുക്രിസ്തു പറഞ്ഞു വരുന്നത്. മെൽക്കിസദേക്ക് അബ്രാഹത്തിന് ബലിയർപ്പിക്കും. അബ്രാഹം മെൽക്കിസദേക്കിന്റെ മുമ്പിൽ പുരോഹിതനായി നിന്ന് ബലിയർപ്പിക്കുമ്പോൾ അപ്പോൾ വീണ്ടും ഉപയോഗിച്ച് ബലിയർപ്പിച്ചു. ഈ പൗരോഹിത്യം വരുന്നത് അല്ലാതെ മെൽക്കിസദേക്ക് അങ്ങനെ ജനിച്ചു എന്നുള്ളതല്ല. അബ്രാഹമായോ അഹ്റോന്റെ പൗരോഹിത്യമായോ ലേവി ഗോത്രവുമായോ അതുപോലെ തന്നെ അഹ്റോന്റെ പൗരോഹിത്യമായോ ബന്ധമില്ലാത്ത ഒരു പൗരോഹിത്യമാണ് പുറത്തുനിന്ന് വന്നിരിക്കുന്നത്. എവിടെ നിന്ന് വന്നു? യൂദാ ഗോത്രത്തിൽ നിന്ന് വന്നിരിക്കുന്നു. യേശു ലേവി ഗോത്രക്കാരനല്ല. അപ്പൊ യേശു എങ്ങനെ പുരോഹിതനാവുന്നിരിക്കുമ്പോൾ ഇത് മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യമാണ്. ആ ക്രമപ്രകാരം അപ്പം വീഞ്ഞും ഉപയോഗിച്ചുള്ള പൗരോഹിത്യമാണ്. അല്ലാതെ നമ്മുടെ മെൽക്കിസദേക്ക് യേശു ക്രിസ്തുവിന്റെ മുന്നവതാരമൊന്നുമല്ല. 15-ാം തീയതി മെൽക്കിസദേക്കായിട്ട് അവതരിച്ചു, ആകാശത്ത് നിന്ന് വന്നു, അങ്ങനെ സംഭവമേ അല്ല. മെൽക്കിസദേക്ക് ഒരു മനുഷ്യനാണ്. അവൻ അപ്പനും അമ്മയില്ല എന്ന് പറയുന്നത് സിംബോളിക്കാണ്. അതല്ലാതെ അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ജനിച്ചവരൊന്നുമല്ല. സിംബോളിക്കാണ്. അതായത് ഈ വ്യക്തി എങ്ങനെയാണ് വംശാവലിയിൽ പെടാതെ പുറത്തു വന്നിരിക്കുന്നത്, ആ വ്യക്തിക്കാണ് അബ്രാഹാം ബലിയർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലേവി ഗോത്രത്തിൽപ്പെടാത്ത ഒരു നിത്യപുരോഹിതൻ ബലിയർപ്പിച്ചിരിക്കുന്നു, അവനാണ് ക്രിസ്തു. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെ പറ്റിയിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതുമായ വിഷയം. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ മെൽക്കിസദേക്ക് പറയുന്ന പോലെ ഒരു മനുഷ്യനെ പോലെ മെൽക്കിസദേക്ക് സ്വർഗത്തിൽ നിന്ന് വന്നു പറഞ്ഞ വീണ്ടും മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ എന്ന് പറയേണ്ടത് അതൊരു ഹെരസിയാണ്. മെൽക്കിസദേക്ക് അതിന്റെ പേരെന്ന് ഓർമ്മ. അങ്ങനത്തെ ഒരു ഹെരസിയാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചത്. യാതൊരു ബന്ധമില്ല. ലേവി ഗോത്രക്കാരനല്ല, അഹ്റോന്റെ വംശത്തിൽപ്പെട്ടതല്ല. കാരണം മറിയത്തിൽ നിന്ന് ജനിച്ചതാണ്, യൂദാ ഗോത്രത്തിൽപ്പെട്ടതാണ്, ദാവീദിന്റെ സന്തതിയാണ്. അതുകൊണ്ടാണ് മെൽക്കിസദേക്കിന്റെ പോലെ അപ്പം വീഞ്ഞു ഉപയോഗിച്ചുള്ള ബലിയർപ്പണം വേറെ ആരും ചെയ്തിട്ടില്ല. മെൽക്കിസദേക്ക് കഴിഞ്ഞാൽ പിന്നെ യേശു മാത്രമാണ് അപ്പം വീഞ്ഞു ഉപയോഗിച്ചുള്ള ബലിയർപ്പണം ചെയ്തിട്ടുള്ളൂ. ആ ബലിയർപ്പണമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ധാന്യബലി. ആ ബലിയർപ്പണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന വസ്തുതയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വംശാവലി എല്ലാം എടുത്ത് നോക്കിയാൽ ക്ലിയർ ആണ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ജോസഫിന്റെ വംശാവലിയാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ദാവീദിന്റെ പുത്രനായ ജോസഫിന്റെ അങ്ങനെയാ പറഞ്ഞു പോയിരിക്കുന്നത്. അത് ക്ലിയർ ആണ്. അപ്പോ ചോദ്യം ഇതാണ്, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതാണ്. അപ്പൊ ദൂതൻ പറഞ്ഞത് തെറ്റാണോ? അതായത് എലിസബത്തിന്റെ ചാർച്ചക്കാരിയാണ് മറിയം എന്ന് പറയുമ്പോൾ മറിയത്തിന്റെ ഗണം ഏതാണ്, ഏത് വംശത്തിലാണ് മറിയം വരുന്നത് എന്നുകൂടെ ബ്രദർ ഒന്ന് വ്യക്തമാക്കിയിട്ട് ഈ മെൽക്കിസദേക്കിന്റെ കാര്യം കൂടി ഒന്ന് ക്ലിയർ ചെയ്താൽ കൊള്ളാം. അടുത്ത പോയിന്റ് ഇദ്ദേഹം പറയുന്നത് മറിയത്തിന്റെ വംശാവലി വരുന്നത് ലേവി പൗരോഹിത്യ ലേവിയിൽ നിന്നാണെന്ന് പറയുന്നത് ആദ്യമായി ചരിത്രത്തിൽ കൊണ്ടുവരുന്നത് മുസ്ലിങ്ങളാണ്.
അവർ തമ്മിൽ ഇമ്രാന്റെ വംശാവലിപ്പെട്ടത് മിറിയമാണെന്ന് സ്ഥാപിക്കണം, മോശയുടെ മഹ്റോന്റെ വംശത്തിൽപ്പെട്ട മിറിയമെന്ന് സ്ഥാപിക്കണം. അങ്ങനെയല്ല മറിയത്തിന്റെ വംശാവലി. മറിയത്തിന്റെ പിതാവിന്റെയും മാതാവിന്റെ വംശാവലിയാണ് ലേവ്യ കുടുംബത്തിലുള്ളത്. പിതാവിന്റെ വംശാവലി കിടക്കുന്നത് യൂദ ഗോത്രത്തിലാണ്. ആ വംശാവലിയാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലുള്ള വംശാവലി. അതിലൂടെ പോയിന്റ് ഉണ്ട്. ലാസ്റ്റ് പറയുന്ന ഒരു സംഭവമുണ്ട്. ജോസഫിന്റെ പിതാവായി, അതായത് യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ ജോസഫിന്റെ പിതാവായിരുന്നു. 16-ാമത്തെ വാക്യം 1:16. യാക്കോബ് മറിയത്തിന്റെ ഭർത്താവായ, മറിയം എന്ന് ഫസ്റ്റ് അവിടെ വെക്കുന്നതിന് കാരണം ജോസഫ് മറിയം വഴിയാണ് യാക്കോബിന്റെ മകനാകുന്നത്. അതറിയണമെങ്കിൽ സംഖ്യാപുസ്തകം 30-ാം അധ്യായത്തില് മക്കളില്ലാത്തവരുടെ ഒരു പെൺകുട്ടി ആങ്ങളമാരില്ല അല്ലെങ്കിൽ സഹോദരങ്ങളില്ലാത്തവരുടെ വംശം എങ്ങനെയാണ് പോകുന്നത് പഠിക്കണം. യഹൂദന്മാരില് ആൺമക്കളില്ലെങ്കിൽ ആ പെൺകുട്ടി ആര് കല്യാണം കഴിച്ചുവോ ആ കല്യാണം കഴിച്ചവന്റെ പിതാവ് ആ പാരമ്പര്യം നിലനിൽക്കാൻ വേണ്ടി കിട്ടുമെന്നുള്ള കാര്യം ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. സംഖ്യാപുസ്തകം 30-31 എന്റെ ഓർമ്മ. ആ ഒരു വംശം വഴി, അതായത് ജോസഫിന്റെ ഈ വംശാവലി മറിയം വഴി ഈ യാക്കോബിന് അല്ലെങ്കിൽ മറിയത്തിന്റെ പിതാവിലേക്ക് വരികയാണ് ജോസഫിന്റെ വംശാവലി. അതാണ് മത്തായി ശ്ലീഹ വംശാവലി എഴുതുമ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലാവുന്ന വംശാവലി എഴുതിയത്. അതാണ് ലൂക്കയുടെ വംശാവലിയും മത്തായിയുടെ വംശാവലിയും തമ്മിൽ ഡിഫറൻസ്. ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ചുള്ള വംശാവലി അനുസരിച്ച് ജോസഫിന്റെ വംശം മറിയത്തിന്റെ പിതാവിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് മറിയത്തിന്റെ ദാവീദിന്റെ സന്തതി എന്ന് റോമ 1:3 പൗലോസ് പറയുന്നത്. ഒരിക്കലും താങ്കൾ വിചാരിക്കുന്നത് പോലെ മറിയം ലേവി ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയല്ല. ലേവി ഗോത്രത്തിൽപ്പെട്ടത് മറിയത്തിന്റെ അമ്മയാണ്, അപ്പനല്ല. അപ്പൻ ഇവിടെ പറയുന്നത് യാക്കോബ്, യോവാക്യം എന്ന് പറയും. അമ്മ അന്നപുണ്യവതിയാണ്. അപ്പോ ഇത് മറിയം ചർച്ച ഈ പറയുന്ന ലേവി ഗോത്രത്തിലാണെന്ന് പറയുന്നത് ബൈബിൾ വിരുദ്ധമാണ്. ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞ പിന്നെ യേശുവിനെ എന്ന് പറ്റിയ ദാവീദിന്റെ സന്തതി എന്ന് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പോകും. അപ്പോൾ ഈ മത്തായി ശ്ലീഹയുടെ വംശാവലി ദാവീദിന്റെ വംശാവലിയിലേക്ക് പോകാൻ പറ്റില്ല. അതുപോലെ യൂദായുടെ ഗോത്രത്തിൽ പോകാൻ പറ്റില്ല. ലേവി വംശത്തിലേക്ക് വരണം. കാരണം മറിയത്തിന്റെ വംശാവലിയാണ് മത്തായി ശ്ലീഹയുടെ വംശാവലിക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇത് അറിയണമെങ്കിൽ കത്തോലിക്ക സഭയുടെ മാതാവിന്റെ ജന്മതിരുനാളിന്റെ അന്ന് വായിക്കുന്ന സുവിശേഷ ഭാഗം ഈ വംശാവലി ആയിരിക്കും. കാരണം മാതാവ് ജനിച്ചിരിക്കുന്നത് ഈ വംശത്തിലാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവിക്കുന്നത്. അത് താങ്കൾ വിചാരിക്കുന്നത് പോലെ ലോകത്ത് ആദ്യമായി ചരിത്രത്തിൽ ലേവി ഗോത്രത്തിലാണ് എന്ന് പറയാൻ സ്ഥാപിക്കാൻ കടന്നു വരുന്ന മുസ്ലിംസ് ആണ്. കാരണം അവരെ സംബന്ധിച്ചുള്ള ഇമ്രാന്റെ വംശാവലിയിൽ മോശയും അഹ്റോന്റെയും സഹോദരിയായ മിറിയാമിലേക്ക് മറിയം പോകുന്നത് കൊണ്ട് ആ മറിയത്തിൽ അവര് അങ്ങനെ ആ മിറിയാമിന്റെ സന്തതിയായിട്ട് അവതരിപ്പിക്കുന്നത് കൊണ്ട് ലേവി ഗോത്രക്കാരനായിരിക്കണം എന്നുള്ള സംഭവം വരികയാണ്. താങ്കൾ ഈ ചരിത്രമോ ഇതിന്റെ വിഷയങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയല്ല വരുന്നത്. മത്തായിയുടെ വംശാവലി അതിന് തെളിവും കൂടിയാണ്. ഓക്കെ.